ഇന്ന് ഞാനൊരു ഹെൽത്തി വെജിറ്റബിൾ തോരനായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രൊക്കോളി തോരൻ. ബ്രൊക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. ഒത്തിരി വിറ്റമിൻസും ഫൈബർ കണ്ടൻറ്റും ഉള്ളതാണ്. നമ്മുടെ ഡയറ്റിൽ ഇടയ്ക്ക് ബ്രൊക്കോളിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ബ്രൊക്കോളി തോരൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതേപോലെ ഡാർക്ക് ഗ്രീൻ കളറുള്ള ബ്രൊക്കോളി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. ഒരു യെല്ലോ ഷെയ്ഡ് വന്നൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ അടിഭാഗം ആദ്യം തന്നെ നമുക്ക് മുറിച്ച് മാറ്റണം. എന്നിട്ട് ഒരു കത്തി കൊണ്ട് നമുക്ക് ഇതേപോലെ ഓരോ ഫ്ലോററ്റ്സ് ആയിട്ട് ഇങ്ങനെ അടർത്തി എടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് എടുക്കുക. ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ബ്രൊക്കോളിയുടെ പീസസ് ഇട്ട് കൊടുക്കുക. 1 മണിക്കൂർ ഇതേപോലെ ഇട്ട് വയ്ക്കുക. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രൊക്കോളി കിട്ടും. 1/2 മണിക്കൂറിന് ശേഷം ഇതെടുത്ത് പിന്നെയും കഴുകിയതിന് ശേഷം നമുക്ക് ഓരോ പീസ് എടുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കും. ആ തണ്ടിൻ്റെ ഭാഗം വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വയ്ക്കുക. നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു ചെറിയ സവോള കട്ട് ചെയ്തും ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയുടെ പകരമായിട്ട് ചെറുള്ളി വേണേലും എടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴന്ന് വരുന്ന നേരം കൊണ്ട് ഒരു പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളകും അതേപോലെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് അരയാൻ പാടില്ല. ഇപ്പോൾ സവോളയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ബ്രൊക്കോളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് 2 മിനിറ്റ് ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കണം. നമ്മൾ ബ്രൊക്കോളിയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയോ 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാനിവിടെ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതേപോലെ തന്നെ അടച്ചു വെച്ചിട്ടല്ല വേവിക്കുന്നത്, തുറന്നു വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ബ്രൊക്കോളിയിൽ തന്നെ അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നമ്മൾ അഡീഷണൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഉപ്പ് ഒന്നുകൂടി നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ തുറന്നു വെച്ച് തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രൊക്കോളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ബ്രൊക്കോളി തോരൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബ്രൊക്കോളി കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണം. വളരെ ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ സൂപ്പറാണ് ഈ തോരൻ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.